സംസ്ഥാനത്തെ എഴുത്തുകാരായ അധ്യാപകരുടെ കൂട്ടായ്മയായ വിദ്യാസാഹിതിയിൽ നിന്നും പുറത്തിറങ്ങുന്ന കവിഭാഷ മാസിക ലക്കം 30 ഇഴ പ്രശസ്ത സാഹിത്യകാരൻ KV മണികണ്ഠൻ പ്രകാശനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിദ്യാസാഹിതി എന്നത് ഒരു അധ്യാപകരുടെ കൂട്ടായ്മയാണ്. അധ്യാപകരുടെ കൂട്ടായ്മ എന്നതിലുപരി ഇത് എഴുതുന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ്. അത് വളരെ സന്തോഷം. അവർ ഒരു കവിഭാഷ എന്ന പേരിൽ ഒരു മാഗസിൻ, ഡിജിറ്റൽ മാഗസിൻ ഉണ്ടെന്നും അത് ഇപ്പോൾ 30ാമത്തെ ലക്കമാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഈ ലക്കത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇഴ എന്നാണ്. ഈ നമ്മുടെ അധ്യാപകരിൽ എഴുതുന്നവർ വളരെയധികം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരെല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായിട്ട്, ഇഷ്ടംപോലെ അങ്ങനത്തെ കൂട്ടായ്മകളും ഉണ്ടാകാം. പക്ഷേ 30 ലക്കം ആയി തുടർച്ചയായി പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞതിൽ ഒരു അത്ഭുതം എനിക്കുണ്ട്. കാരണം ഒരു മോഹത്തിന് നമ്മളെല്ലാവരും മാഗസിൻ എല്ലാം ഇത് ചെയ്യും. പക്ഷേ 30 ലക്കം, 30 ഇഷ്യൂ മുടങ്ങാതെ അത് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ആദ്യത്തെ, ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാത്രം ഉള്ള ഒരു ഇതായതുകൊണ്ടാണ് പറയുന്നത്, മലയാളത്തിലെ ആദ്യത്തെ ലിറ്റററി ജേർണൽ എന്ന് പറഞ്ഞാൽ മാസികയായിട്ട് ഓരോ മാസവും ലക്കം വെച്ചിട്ട് ഇറങ്ങുന്ന ആദ്യത്തെ ലിറ്റററി മാഗസിനായ മൂന്നാമിടം.com-ൻ്റെ ഒരു തൊഴിലാളിയായിരുന്നു ഞാൻ. തൊഴിലാളി മീൻസ് വെബ് ഡിസൈനിങ് അത്രയൊന്നും വശമില്ലെങ്കിൽ പോലും വെബ് ഡിസൈനിങ്ങും മലയാളം ടൈപ്പിങ്ങും ആയിട്ട് ഞങ്ങൾ 2000-ൽ UAE-യിൽ നിന്ന് തുടങ്ങിയ ഒരു ഇതാണ്. ഇതിൻ്റെ പിന്നിലുള്ള പ്രയത്നങ്ങളൊക്കെ നമുക്കറിയാം. ഇവർ എല്ലാവരും അവരുടെ ജോലിയിൽ വ്യാപൃതർ ആയിരിക്കുന്നവരുമാണ്. അതേസമയം ഇതൊരു പാഷനായി കൊണ്ട് നടന്ന് ഇത്ര ലക്കം, 30 ലക്കം എത്തിച്ചതിൽ ഞാൻ ആ ടീമിനെ മൊത്തത്തിൽ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കൂടെ ഒരാളായി പോലെ എനിക്ക് തോന്നുന്നു ആ ഒരു അശ്രാന്ത പരിശ്രമം ഇതുപോലെ ഫലം കാണുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഈ കവിഭാഷ ഡിജിറ്റൽ മാഗസിൻ്റെ 30ാമത്തെ ലക്കമായ ഇഴ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രകാശനത്തിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം, അഭിമാനപൂർവ്വം നിങ്ങളിൽ ഒരാളെന്ന പോലെ പങ്കെടുത്തു കൊള്ളട്ടെ. നിങ്ങളുടെ സ്വന്തം KV മണികണ്ഠൻ.